സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ഒരു കാലാംശത്തിൽ നിരവധി ആൾക്കാർ നമ്മുടെ ആധ്യാത്മികം കൂട്ടായ്മയുടെ സംശയ നിവാരണത്തിൽ ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ സമീപകാലത്ത് മറ്റു പലരും ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നൊരു ചോദ്യം, എനിക്ക് ശബരിമലയിലേക്ക് പോകണം, അച്ഛൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ല, അപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ പറ്റുമോ? മറ്റൊരാൾ പറയുന്നത്, എൻ്റെ കുട്ടിക്കൊരു നേർച്ച ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, കുട്ടിയെ പഴനിയിൽ കൊണ്ടുപോയി മൊട്ടയടിക്കാം. പക്ഷെ അതിനിടയിൽ ഒരു 4-5 മാസം മുന്നേ എൻ്റെ അമ്മ മരിച്ചു. ഈ വർഷം കൊണ്ടുപോകണമെന്നാണ്, കുട്ടിയെ കൊണ്ടുപോകാനാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു 4-5 മാസങ്ങൾക്ക് മുന്നേ അമ്മ മരിച്ചു. അപ്പോൾ 1 വർഷം കഴിയാതെ പോകാൻ പറ്റുമോ? ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ. പുലവാലായ്മ സംഭവിച്ചാൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം? ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള സംശയം. ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ പറയാറുണ്ട്. അപ്പോൾ യുക്തിക്ക് നിരക്കുന്ന നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. വേറൊരാൾ പറയും, അല്ല നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടു നടപ്പൊക്കെ അവിടെ വെക്കുക. അതുപോലെ തന്നെ ചില സമുദായത്തിന് വ്യത്യാസം പറയും. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് 16 ദിവസമാണ് പോലെ ആചരിക്കാറ്. ചില ആൾക്കാർ പറയും ഞങ്ങൾ 10 ദിവസമാണ് പോലെ ആചരിക്കാറ്. ചില ആൾക്കാർ പറയും ബ്രാഹ്മണന്മാരായ ആൾക്കാർ 10 ദിവസം, ക്ഷത്രിയന്മാരായ ആൾക്കാർ 12 ദിവസം, നായന്മാർക്ക് 16 ദിവസം, ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ പൊല എത്ര ദിവസമാണ് ആചരിക്കേണ്ടത്? അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊലയുണ്ടല്ലോ, അതിന് വാലായ്മ എന്നാണ് പറയുക. അത് എത്ര ദിവസമാണ് നമ്മൾ ആചരിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെല്ലാം തന്നെ ഒരൊറ്റ ഉത്തരവുണ്ട്: 10 ദിവസം. പൊലയാവട്ടെ വാലായ്മയാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് മരിച്ചത്, 10 ദിവസമാണ്. അകന്ന ഒരാൾ മരിച്ചു, 10 ദിവസമാണ്. ഒരാൾ പ്രസവിച്ചു, 10 ദിവസമാണ്. എന്ന് വെച്ചാൽ അശുദ്ധി ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് 10 ദിവസമാണ്. അത് ജനിച്ചാലും വേണ്ടില്ല, മരിച്ചാലും വേണ്ട. അത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ബ്രാഹ്മണന്മാർക്ക് അങ്ങനെയാണോ, ക്ഷത്രിയന്മാർക്ക് ഇങ്ങനെയാണോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മനുഷ്യരാണോ? അപ്പോൾ മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആചരണം വന്നു, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ദിവസം തൊട്ട് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 10ാമത്തെ ദിവസം അവരുടെ പൊല കഴിഞ്ഞു. 11ാമത്തെ ദിവസം നമ്മൾ അവിടെ ശുദ്ധി ചെയ്യുക. അതിനുശേഷം അവർക്ക് വെളിയിലേക്ക് പോകാം, അവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകാം. യാതൊരുവിധ അശുദ്ധിയുമില്ല. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ഈ അശുദ്ധിയുടെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് ഈ പൊല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. മരിച്ച പൊല എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആരൊക്കെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ട് പുറകിലേക്ക് നമ്മളിങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് അന്ന് പെട്ടെന്ന് കിട്ടുക, അല്ലാത്ത ആൾക്കാർക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോയും കിട്ടും, നിലവിലുള്ള കഴിഞ്ഞു പോയ എല്ലാ വീഡിയോയും കിട്ടും. അപ്പോൾ പൊല എന്താണ് എന്നുള്ളതിന് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ളൊരു വിവരണം ഇതിന് മുന്നേ വീഡിയോയിൽ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പൊല 10 ദിവസം ആചരിക്കണം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്താണെന്ന് വെച്ചാൽ, ഈ പൊല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അശുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അശുദ്ധി എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ദോഷമാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊരു അശുദ്ധി ഉണ്ടെങ്കിൽ, എനിക്കൊരു അശുദ്ധി സംഭവിച്ചാൽ എൻ്റെ വീട്ടിലെല്ലാവർക്കും അത് ബാധകമാണ്. അപ്പോൾ അത് ആരൊക്കെ ആചരിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അശുദ്ധി ബാധിച്ചാൽ അത്, കാരണം നമുക്കറിയാം ഇപ്പോൾ കൊറോണ വന്നുകൊണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ കൊറോണ ബാധിച്ച ആൾക്കാരെ ചുരുങ്ങിയത് ഒരു 10 ദിവസം മാറ്റി നിർത്തും. എന്തിനാണെന്നറിയോ?
ഇവരുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആ കൊറോണയുടെ അണുക്കൾ പൂർണ്ണമായിട്ടും നശിക്കാൻ ഒരു 10 ദിവസം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് ആ അണുക്കൾ നശിക്കും. പിന്നീടോ പിറ്റേ ദിവസം മുതൽ കുളിച്ച് ഫ്രഷായിട്ട് അവർക്ക് വേണമെങ്കിൽ വെളിയിലേക്ക് പോകാം. അതേ കാര്യം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ അശുദ്ധി മാറാൻ വേണ്ടി 10 ദിവസമേ വേണ്ടൂ. ആ 10 ദിവസം കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഈ പൊലവാലായ്മ ബാധിച്ച ആൾക്കാർ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ച ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ പൊല ബാധിച്ച വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് വെളിയിലേക്കേ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കൊറോണ എന്ന് പറയുന്ന അസുഖം ബാധിച്ച ആൾക്കാർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നല്ല പറയാറ്. ആ അണുക്കൾ ശരീരത്തിലുള്ള ആൾക്കാർ വീടിന് വെളിയിൽ നിന്നല്ല, ആ റൂമിന് വെളിയിൽ പോലും ഇറങ്ങാൻ പാടില്ല. അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൊറോണ ഉണ്ടെങ്കിലോ ആ വീട്ടിലുള്ള ആൾക്കാർ എല്ലാ റൂമിലും പോകും, പക്ഷെ വീടിന് വെളിയിലേക്ക് പോകില്ല. അതുപോലെ പൊല എന്ന് പറയുന്ന അശുദ്ധി ബാധിച്ച ആൾക്കാർ, പൊല ബാധിച്ച ആൾക്കാർ, അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം ഞാൻ മുന്നേ കൊടുത്ത വീഡിയോയിൽ കേൾക്കണം. അല്ലാണ്ട് അശുദ്ധി എന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് ഇതാകില്ല. വേണ്ട, എന്താണ് അത് അശുദ്ധി ആവാൻ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് തന്നെ സയൻറ്റിഫിക്കായിട്ട് അത് വിവരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പൊല വാലായ്മ ബാധിച്ചു കഴിഞ്ഞാൽ അത് 10 ദിവസം ആവുമ്പോഴേക്കും ആ അണുക്കൾ പൂർണ്ണമായിട്ടും നശിക്കും. അപ്പോൾ ആ തരത്തിലാണ് ആ അണുക്കൾ ശരീരത്തിൽ പേറിക്കൊണ്ട് അവർ ഒരു സ്ഥലത്തും അയൽവക്കത്തെ വീടുകളിൽ പോലും പോകാൻ പാടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പണ്ട് കാലങ്ങളിൽ അത്രയും കണിശമായിട്ടാണ് നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചത്. ഇതെല്ലാം സയൻസാണ്, ഇതെല്ലാം ശാസ്ത്രീയമാണ്. അന്ന് കണ്ടെത്തിയ കാര്യത്തിൽ ഇന്ന് വളരെയേറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇന്നും നമ്മളത് പാരമ്പര്യമായിട്ട് അത് നടപ്പിലാക്കി വരുന്നു. പക്ഷേ അവർ പറയും പൊലവാലായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം പൊലവാലായ്മ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നല്ല മറ്റുള്ള ആൾക്കാരുമായിട്ട് കൂടി ഇടപഴകരുത്. അതാണ് ഏറ്റവും പ്രധാനം. വാലായ്മ എന്താണെന്നുള്ളതിന് വളരെ കൃത്യമായിട്ട് ജനിച്ച പുല എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ വാലായ്മയുടെ ശാസ്ത്രീയമായ വശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്ത് വേണം, ഈ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലുള്ള ആൾക്കാർ 10 ദിവസം വെളിയിലേക്ക് വീട്ടിയും പോകേണ്ട ആവശ്യമില്ല. മറ്റുള്ള ആൾക്കാരായിട്ട് ഇടപഴകുകയേ പാടില്ല. എന്തുകൊണ്ടാണ്? ഈ വീട്ടിലുള്ള ആൾ മറ്റുള്ളവരായിട്ട് ഇടപഴകുന്ന അവസരത്തിൽ അവരിൽ നിന്നും പല രോഗാണുക്കളും ഈ വീട്ടിലുള്ള നവജാത ശിശുവിലേക്ക് എത്തിച്ചേരും. ഒരു ജലദോഷം വന്നു, അല്ലെങ്കിൽ ഒരു വൈറൽ പനി വന്നു, ഇതൊക്കെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് വ്യാപിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടിലുള്ള ആൾക്കാർ ആരും വെളിയിലുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. നിശ്ചിത ദിവസം വരെ, പണ്ട് കാലങ്ങളിൽ 10 ദിവസം കഴിഞ്ഞാലേ കുട്ടിയെ പുറം ലോകത്ത് ആൾക്കാരെ കാണിക്കാറുള്ളൂ. അത് ചന്ദ്രനെയും സൂര്യനെയും പൂർണ്ണചന്ദ്രനെയൊക്കെ കാണിക്കുന്നൊരു ദിവസമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പൊതുജനങ്ങളെ കാണിക്കുക തന്നെ ചെയ്യുക. ഇന്ന് ആ കാലമെല്ലാം മാറി. ഇത് ഹോസ്പിറ്റലാണ് ജനിക്കുന്നത്, പണ്ട് വീടുകളിലാണ് ജനിക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പൊലവാലായ്മ 10 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് വെളിയിൽ പൊതുജനങ്ങളായിട്ട് ഇടപഴകാൻ പറ്റുക. അതിനുശേഷം മാത്രമേ അവർക്ക് ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. 10 ദിവസം കഴിഞ്ഞു 11ാമത്തെ ദിവസം അവിടെ ശുദ്ധി ചെയ്യും. കാരണം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിൽ കൊറോണ വ്യാപിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊരു വീട്ടിൽ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ ആ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത്, അസുഖം മാറിക്കഴിഞ്ഞാൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ പൊതുജനങ്ങൾ മറ്റുള്ളവർക്ക് ഇടപഴകുകയൊക്കെ ചെയ്യുക. അത്ര വരെ ആരും പോകാറില്ലല്ലോ. അതേ കാര്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ട് 10 ദിവസം നമ്മൾ ആ അശുദ്ധി ഇല്ലാതാകാനുള്ള പ്രവർത്തനം ചെയ്ത് 11ാം ദിവസം ശുദ്ധികർമ്മവും ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോവുകയോ ഓഫീസിൽ പോവുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഇന്ന് നമ്മൾക്കറിയാം. ഇതിനൊന്നും അത്ര ആരും പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് പേരിടാൻ പോലും പറ്റാത്ത അത്ര തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കാരണം ഈ അണുപ്രസരം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പോലും അറിയാതെ ഒരുപാട് രോഗങ്ങൾ വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുക. ഇവിടെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാഹ്മണന്മാർക്ക് 10 ദിവസം എന്ന് പറയുന്നു, ക്ഷത്രിയർക്ക് 12 ദിവസം എന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് 16 ദിവസം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്ന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും 10 ദിവസമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് ഓർമ്മ വേണം. എന്താണ്, മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ സഞ്ചയനം ഉണ്ടല്ലോ, 5ാം ദിവസത്തെ സഞ്ചയനം കർമ്മം ചില ആൾക്കാർ 4 ചെയ്യും, ചില ആൾക്കാർ 5 ചെയ്യും. 5ആണ് ഉത്തമം. കാരണം ഈ ചിതയിലുള്ള ആ കത്തിയിട്ടുള്ള എല്ലുകൾ പൂർണ്ണമായിട്ട് തണുത്തുറയണം, അതിൻ്റെ ചൂട് പൂർണ്ണമായിട്ട് ഇല്ലാതാവണം. അപ്പോൾ 5 ദിവസം ആകുമ്പോഴേക്കാണ് പൂർണ്ണമായിട്ട് 5 മഞ്ഞ് കൊള്ളുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് തണുക്കുക എന്നാണ് പറയുക. അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ചൂട് ആ ഭൂമിയിൽ ഇതുണ്ടാവും. അപ്പോൾ ആ ദിവസമാണ് ഇത് എടുക്കേണ്ടത്. എന്തോ ആവട്ടെ.
അപ്പോൾ ഈ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ബലികർമ്മം ആരംഭിക്കുന്നത്, സഞ്ചയനം കഴിഞ്ഞാൽ. എന്നാൽ യഥാവിധി എന്താണ്? മരിച്ച ദിവസം മരിച്ച ആ വീട്ടിൽ വെച്ച് തന്നെ ഒന്നാമത്തെ ബലികർമ്മം തുടങ്ങി. അങ്ങനെ ആ ദിവസം മുതൽ 10 ദിവസത്തെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്. 10 ദിവസത്തെ ബലികർമ്മമാണ് ചെയ്യേണ്ടത്. അങ്ങനെ 10 ദിവസം ബലികർമ്മം ചെയ്യുമ്പോഴാണ് ഈ പ്രേതാത്മാവിനെ പ്രേതലോകത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്. അതിനുള്ള നടപടികളാണ് ചെയ്യുന്നത്. മരിച്ച ആൾക്കാരുടെ പ്രേതാത്മാവ് ഇവിടെയൊന്നും അലയാതെ നേരെ പ്രേതലോകത്തേക്ക് എത്തണം എന്നുള്ള ചിന്തയോടുകൂടി അവരുടെ പിൻഗാമികളായ ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ ബലികർമ്മങ്ങൾ. അപ്പോഴവരെന്ത് ചെയ്യും? ഈ മരിച്ച ആ നിമിഷം മുതൽ തന്നെ അവർ കർമ്മം തുടങ്ങി. അതാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ അന്നേരം തന്നെ അത് ചെയ്യുന്നു. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു? 5 ദിവസം കഴിഞ്ഞ് സഞ്ചയനം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവർ ബലികർമ്മം തുടങ്ങി. അപ്പോഴത്രേ അത് 10 അപ്പോൾ 10ഉം ഈ പറയുന്ന 5 സഞ്ചയനത്തിന് 5 വാങ്ങുമ്പോൾ 15 15 ദിവസത്തെ പൊലയാചരിച്ച് 16-ാം ദിവസത്തെ ശുദ്ധിയോടുകൂടി അവർ 16-ാം അടിയന്തരം നടത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എത്രയാ പോലെ? 10 ദിവസമാണ്. അപ്പോൾ ആ മരിച്ച ദിവസം മുതൽ തന്നെ അവരാ കർമ്മം ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ നടപ്പിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൻ്റെ പവിത്രത അറിയാത്തത് കൊണ്ടാണ് പലരും പല തരത്തിൽ ഈ പൊലവാലായ്മ ആചരിക്കുന്നത്. മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണ്. അവിടെ ജാതിയെന്നോ മതമെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഒറ്റ ആചാരം. ഇത് കൃത്യമായിട്ട് പത്മപുരാണത്തിലും അതുപോലെ തന്നെ ഗരുഡ പുരാണത്തിലൊക്കെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ അതേപോലെ ആവർത്തിക്കുക, അത് അനുഷ്ഠിക്കുക. ഒരിക്കലും ദോഷകരമായ ഒന്നും നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യവും നമ്മുടെ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ല. ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്ന സമയത്ത് അത് യുക്തിപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് അതിനത്തിൽ യുക്തി നമുക്ക് പൂർണ്ണ തൃപ്തിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആചരിക്കേണ്ടതില്ല. ഏത് ആചാരമാവട്ടെ ഏത് അനുഷ്ഠാനമാവട്ടെ നമ്മുടെ യുക്തിക്ക് കൃത്യമായിട്ട് ബോധ്യമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ആചരിക്കരുത്. അത് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. മറ്റുള്ളവർ പറയും പോലെ ഇതേ ചെയ്യാവൂ, അപ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു അത് യുക്തിക്ക് ചേരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് നിർബന്ധമായിട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് അങ്ങനെയില്ല. നമ്മൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പൊലവാലായ്മ എന്നുള്ളത് നമ്മൾ 10 ദിവസമാണ് എടുക്കേണ്ടത്. വേറൊരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് തെളിവടക്കം നമ്മളുടെ മുന്നിലുണ്ട്. നമുക്കറിയാം ഈ ശബരിമലയിലുള്ള അത് ഞാൻ പറഞ്ഞല്ലോ. കാരണം 1 വർഷമായിട്ടേ ശബരിമലക്ക് പോകാൻ പാടുള്ളൂ, 1 വർഷമായിട്ടേ പഴനിയിൽ പോകാൻ പാടുള്ളൂ, പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകണം, തീർത്ഥയാത്ര പോകണമെന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ പോകാൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറില്ലേ. നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ 2023 കാലഘട്ടങ്ങളിൽ ശബരിമലയിലെ മേൽശാന്തിയായിട്ടുണ്ടായിരുന്നത് ആരാ? കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള കൊട്ടാരം ജയരാമൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം അവിടെ മേൽശാന്തിയായിട്ടിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവ് മരിക്കുന്നത്. അദ്ദേഹം പൊല ബാധിച്ചു. അവിടെ നിന്ന് മാറി നിന്ന് 10 ദിവസത്തെ പൊലയാചരിച്ചു. 11ാമത്തെ ദിവസം മുതൽ ശുദ്ധികർമ്മം ചെയ്ത് 12ാം ദിവസം മുതൽ അദ്ദേഹം എന്ത് ചെയ്തു? ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്ത് ചെന്നിട്ട് കർമ്മം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, അവിടുത്തെ തന്ത്രിവര്യന്മാരായ കണ്ഠര് രാജീവരാവട്ടെ, മോഹനരാവട്ടെ, മഹേശ്വരാവട്ടെ, ഇവരെല്ലാവരുടെയും അച്ഛനായിരുന്നല്ലോ അല്ലെങ്കിൽ മുത്തച്ഛനായിരുന്നല്ലോ ആര്? കണ്ഠര് മഹേശ്വര് എന്ന് പറയുന്ന വലിയ തന്ത്രി. അദ്ദേഹം മരിച്ചല്ലോ. ആ മരിച്ച സമയത്ത് അവരുടെ മക്കളെല്ലാം 1 വർഷം കഴിഞ്ഞിട്ടാണോ അവിടെ താന്ത്രിക കർമ്മത്തിന് വന്നിട്ടുള്ളത്? അല്ല. ആ എല്ലാ വർഷവും നട തുറക്കുന്ന സമയത്ത് ഈ തന്ത്രിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ 10 ദിവസത്തെ പോലെയേ ആചരിച്ചിട്ടുള്ളൂ. അവർക്ക് ശ്രീകോവിലിൻ്റെ അകത്ത് കയറിയിട്ട് പൂജ ചെയ്യാമെങ്കിൽ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ഭക്തന്മാർക്ക് ശ്രീകോവിലിൻ്റെ മുമ്പിൽ താഴെ പുറത്ത് നിന്നിട്ട് തൊഴുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ബ്രാഹ്മണനെന്നോ ഇവിടെ ക്ഷത്രിയനെന്നോ ഇവിടെ വൈശ്യനെന്നോ ശൂദ്രനെന്നോ നായരെന്നോ ഈഴവനെന്നോ ഭഗഭേദമൊന്നുമില്ല. എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അത് തിരുത്തുക. 10 ദിവസത്തെ പോലെ മാത്രമേ ഉള്ളൂ. 10 ദിവസത്തെ പാലായ്മ മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുക. അതിലൊരു തെറ്റുമില്ല. അതൊക്കെ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഗുണകരമായ കാര്യമാണ്. അതിനുശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഈ അവസരത്തിൽ ഞാൻ കാരണം ഈ പ്രകൃതിയിലുള്ള ഒരു സാധനങ്ങൾക്കും ദോഷം വരരുത് എന്ന ചിന്തയോടുകൂടി നമ്മൾ പോലെ ആചരിക്കുന്നത് ഉത്തമമാണ്. അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല, മതത്തിൽ നിന്ന് പുറത്താക്കൊന്നുമില്ല. നിങ്ങൾ ആ പോലെ ആചരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഹിന്ദു മതത്തിൽ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ആചാരം അനുഷ്ഠിക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അനുഷ്ഠിക്കാത്തത് കൊണ്ട് അവർക്കൊരു ദോഷമൊന്നും വരാനൊന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലെ രോഗങ്ങളും മറ്റൊക്കെ വരുന്നത് തടയാൻ ഈ ആചാരം അനുഷ്ഠിക്കുമ്പോൾ ഗുണം ചെയ്യുമെന്ന് മാത്രം.
ഏതായാലും ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രധാനമായിട്ടും. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി അയക്കാവുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർ ഈ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവാം, അതൊന്ന് തൊട്ട് കൊടുക്കുക. തൊട്ട് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ബെല്ലിൻ്റെ ചിത്രം കാണാം, ഒരു മണിയുടെ ചിത്രം, അതുകൂടി തൊട്ട് കൊടുത്താൽ ഇനിയുള്ള വീഡിയോ എല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇടുമ്പോൾ തന്നെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.